സാധാരണക്കാരനായിട്ടുള്ള ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ആദ്യത്തെ ലക്ഷ്യം സാമ്പത്തിക സ്വാതന്ത്ര്യമാണ്. മിഡിൽ ക്ലാസ് ഫാമിലിയിലെ വ്യക്തികൾ ആ ഒരു സെയിം ലെവലിൽ തന്നെ മുന്നോട്ട് പോകുന്നത് എന്തുകൊണ്ടാണ്? അവർക്ക് ആ ഒരു ലെവലിൽ നിന്ന് കരകയറാൻ സാധിക്കാത്തത് അവർ ഫോളോ ചെയ്യുന്ന 7 തെറ്റായ ശീലങ്ങളാണ്. ഈ ഒരു വീഡിയോയിൽ നിങ്ങളെ ദരിദ്രനാക്കുന്ന 7 ശീലങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ദിസ് ഇസ് കിരൺ CS. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു KCS ക്ലാസ്സസ്. സോ ഒരു വ്യക്തിക്ക് ധനികനാകണമെങ്കിൽ ആദ്യം അവന്റെ മൈൻഡ് സെറ്റിലാണ് മാറ്റം കൊണ്ടുവരേണ്ടത്. മൈൻഡ് സെറ്റ് മാറിയാൽ തന്നെ അവന്റെ ആക്ഷൻസ് അതനുസരിച്ച് മാറും. സോ ഇതിൽ ആദ്യത്തെ പോയിന്റ് ആയിട്ട് പറയാനുള്ളത്, പലപ്പോഴും റിച്ച് ആയിട്ടുള്ള ആൾക്കാരും പൂർ ആയിട്ടുള്ള ആൾക്കാരും ചെയ്യുന്ന ആ ഒരു മൈൻഡ് സെറ്റിലുള്ള ഡിഫറൻസ് ആണ്. നമ്പർ 1, പേയിങ് യുവർ സെൽഫ് ലാസ്റ്റ്. പലപ്പോഴും ശമ്പളം കിട്ടിക്കഴിഞ്ഞാൽ സാധാരണ മിഡിൽ ക്ലാസ് ഫാമിലിയിലുള്ള വ്യക്തികളുടെ ആദ്യത്തെ ചിന്ത എന്ന് പറയുന്നത് കിട്ടുന്ന എമൗണ്ടിൽ എത്ര ലോൺ അടയ്ക്കണം, EMI ഏതൊക്കെയാണ്, ദെൻ പല പല ബില്ലുകളുണ്ട്. സോ ഇങ്ങനെ കിട്ടുന്നതിനെ നമ്മൾ പ്രോപ്പറായിട്ട് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പൊ 30,000 രൂപ ശമ്പളമാണെങ്കിൽ ഇത്ര എമൗണ്ട് ഓരോ ദിവസം നമുക്ക് അടച്ച് വീട്ടാനുണ്ട്. ഇതാണ് നമ്മുടെ ചിന്ത. ദെൻ ചിലപ്പോൾ ലാസ്റ്റ് വീക്കെൻഡ് ആകുമ്പോഴേക്കും നമുക്ക് കയ്യിലുള്ള പൈസയൊക്കെ കഴിയും. ദെൻ നമ്മൾ ആ ലാസ്റ്റ് വീക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ചിലപ്പോൾ വീണ്ടും കടം മേടിക്കേണ്ട ഒരു അവസ്ഥ അവിടെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ക്രെഡിറ്റ് കാർഡ് എടുത്ത് വീശുന്നത് നമുക്ക് കാണാം. സോ ഇതാണ് ഒരു പുവർ മെന്റാലിറ്റി എന്ന് പറയുന്നത്. ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നമ്മൾ എപ്പോഴും കണ്ടുവരുന്ന തെറ്റായ ശീലമാണ്. നേരെ മറിച്ചൊരു റിച്ച് മൈൻഡ് സെറ്റിലുള്ള ഒരു വ്യക്തി കിട്ടുന്നത് 30,000 ആണെങ്കിലും അതില് ഒരു നിശ്ചിത ശതമാനം, മിനിമം ഒരു 10% എങ്കിലും സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആദ്യം മാറ്റിവെക്കുകയാണ്. അത് ഇൻവെസ്റ്റ്മെന്റിനാവാം, അല്ലെങ്കിൽ സേവിങ്സ് അക്കൗണ്ടിലോട്ട് നമ്മൾ മാറ്റിവെക്കുന്നു. അതൊരു ലോൺ ആയിട്ട്, അതൊരു പേയ്മെന്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ടോട്ടൽ ഇപ്പോൾ 30,000 രൂപ ശമ്പളം ഉണ്ടെങ്കിൽ അതിന്റെ ഒരു 10% മിനിമം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 3,000 രൂപ ആദ്യം സേവിങ്സ് അക്കൗണ്ടിലോട്ട് മാറ്റാണ്. ബാലൻസ് പൈസ കൊണ്ട് മാത്രമേ ബാക്കിയുള്ള ബില്ലുകളും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ തലയിൽ നമ്മൾ അങ്ങനെ ഒരു കാര്യം ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. ഈ ഒരു 10% എന്ന് പറയുന്നത് നമ്മൾ EMI അടയ്ക്കുന്ന അതേപോലെ തന്നെയാണ്. അങ്ങനെ കൺസിഡർ ചെയ്യണം. അതാണ് ഒരു റിച്ച് മൈൻഡ് സെറ്റും പുവർ മൈൻഡ് സെറ്റും തമ്മിലുള്ള വ്യത്യാസം. ആദ്യം നമുക്ക് വേണ്ടിയിട്ട് എമൗണ്ട് മാറ്റി വെക്കുക, അത് വളർത്തണം. അതിനുശേഷം മറ്റുള്ള പേയ്മെന്റ്സിലോട്ട് കിടക്കാം. ഇതിപ്പോ പറഞ്ഞാലും നിങ്ങളുടെ മനസ്സിലോട്ട് ആദ്യം പോകുന്നത് എന്താ? ലോണും മറ്റു കാര്യങ്ങളൊക്കെ കൊടുക്കണ്ടേ? അതിനല്ലേ നമ്മൾ ഫസ്റ്റ് ഇമ്പോർട്ടൻസ് കൊടുക്കണ്ടേ? അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ മനസ്സ് ഇപ്പോഴും മാറുന്നില്ല. നിങ്ങൾ അങ്ങനെ തന്നെ മനസ്സിൽ വെച്ചിരിക്കുകയാണ്. ഈ പറയുന്ന 10% ഇൻവെസ്റ്റ്മെന്റിന് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. നിങ്ങളുടെ വളർച്ചയ്ക്ക് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. അപ്പൊ ഇതാണ് നിങ്ങൾ ആദ്യം മാറ്റണ്ടേ. കിട്ടുന്ന സാലറി, കിട്ടുന്ന ഇൻകത്തില് 10% ആദ്യം നിങ്ങളുടെ കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചതിന് ശേഷം മാത്രം മറ്റുള്ള ലൊക്കേഷനിലോട്ട് കിടക്കുക. ദാറ്റ്സ് നമ്പർ 1. നമ്പർ 2, പല വ്യക്തികൾക്കും ഇല്ലാത്തതാണ് ഒരു എമർജൻസി ഫണ്ട്. എന്താണ് എമർജൻസി ഫണ്ട്? നമുക്ക് ജോലിയൊന്നും ഇല്ലെങ്കിലും ഒരു 3 മുതൽ 6 മാസം വരെ നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ വേണ്ട ഫണ്ടാണ്. പലപ്പോഴും മിഡിൽ ക്ലാസ് ഫാമിലിയിലുള്ള ആൾക്കാരെ എഫക്ട് ചെയ്യുന്നത് ഈ ഒരു എമർജൻസി ഫണ്ടിന്റെ ഇല്ലായ്മയാണ്. എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു, നമുക്ക് അസുഖം വന്നു, ഓട്ടോമാറ്റിക്കലി നമ്മുടെ കയ്യിൽ നിന്ന് അത്രത്തോളം എമൗണ്ട് ആണ് പോകുന്നത്. അപ്പോൾ ഇൻഷുറൻസ് ഉണ്ടാവും, എങ്കിലും അവിടെ നമുക്ക് ചെലവുകളും മറ്റു കാര്യങ്ങളൊക്കെ വരുന്നു, നമ്മുടെ ലൈഫിനെ, നമ്മുടെ കുടുംബത്തെ ബാധിക്കുന്നു. നേരെ മറിച്ച് ഒരു എമർജൻസി ഫണ്ട് അവിടെ നമുക്ക് ഉണ്ടെങ്കിൽ എന്ത് വന്നാലും, ഇപ്പോൾ ഒരു ജോലി പോയാലും, ഒരു പ്രൈവറ്റ് ജോബാണ് നിങ്ങൾക്കെങ്കിൽ ആ ജോലി പോയാലും, ഇപ്പോൾ ബിസിനസ് ആണ്, എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാലും നമ്മുടെ ലൈഫ് സ്മൂത്ത് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ഫണ്ട് അവിടെ ഉണ്ട്. നമുക്കൊരു ടൈം പീരീഡ് അവിടെ കിട്ടാണ്. ഒരു 6 മാസം എന്ത് സംഭവിച്ചാലും നോ പ്രോബ്ലം. ഇങ്ങനെയാണ് അപ്പോൾ എമർജൻസി ഫണ്ട് ഉണ്ടാക്കുക. ഞാൻ നേരത്തെ പറഞ്ഞൊരു 10% മിനിമം മാറ്റി വെക്കണം എന്നുള്ളത്. സോ ആ ഒരു 10% നമ്മൾ കുറച്ച് നാള് ക്രിയേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു എമർജൻസി ഫണ്ടിലോട്ട് എത്തിച്ചേരാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ ഒരു മാസം എൻ്റെ ജീവിത ചെലവിന് 40,000 രൂപയാണ് വേണ്ടതെങ്കിൽ എൻ്റെ എമർജൻസി ഫണ്ട് എത്രയായിരിക്കും? ഒരു 6 മാസത്തേക്ക് 6 × 4 2,40,000 രൂപ ഉണ്ടെങ്കിലാണ് ഒരു 6 മാസം എനിക്ക് എന്ത് വന്നാലും മുന്നോട്ട് പോകാൻ സാധിക്കുക. അപ്പോൾ ഒരു ജോബിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാലും നമുക്ക് മറ്റൊരു ജോലി കണ്ടെത്താനുള്ള ഒരു സാവകാശം അവിടെ ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പൊ ഇതൊക്കെ പതുക്കെയാണ് ഉണ്ടാവുള്ളൂ. നിങ്ങൾ തന്നെ ട്രൈ ചെയ്യണം. അതിനുള്ള മൈൻഡ് സെറ്റ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യും വേണം. ദാറ്റ്സ് നമ്പർ 2. നമ്പർ 3, ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയുന്ന ഒരു പോയിന്റ് ആണ് ഗെറ്റിംഗ് കംഫർട്ടബിൾ വിത്ത് ബാഡ് ഡെറ്റ്.
റിച്ച് മൈൻഡ് സെറ്റും പുവർ മൈൻഡ് സെറ്റും ഇവിടെ വീണ്ടും പറയാനുള്ളതാണ്. റിച്ച് ആയിട്ടുള്ള ആൾക്കാർ പലപ്പോഴും കടം മേടിക്കും അവരുടെ വെൽത്ത് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. അവരിപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ചിലപ്പോൾ റിയൽ എസ്റ്റേറ്റിലാവാം, അല്ലെങ്കിൽ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഐറ്റംസിലാവാം. ഇതിൻ്റെയൊക്കെ വാല്യൂ അപ്രീഷിയേറ്റ് ചെയ്ത് വരാണ് ചെയ്യുക. അവരുടെ വെൽത്ത് കൂട്ടാൻ വേണ്ടിയിട്ടാണ് അവർ കടം മേടിക്കുക. നേരെ മറിച്ച് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ മറ്റുള്ള ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ട് യൂസ് ആൻഡ് ത്രോ പോലുള്ള ഐറ്റംസ്, ചീപ്പസ്റ്റ് ആയിട്ടുള്ള ഐറ്റംസ് ആവാം, അതല്ലെങ്കിൽ വേറെ ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഐറ്റംസ് ഒക്കെ കടം മേടിക്കും. അവിടെ ഒരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നില്ല. അതിന് സപ്പോർട്ടീവായിട്ട് മിഡിൽ ക്ലാസ് ഫാമിലിയിലുള്ള ആൾക്കാർ പറയുന്നൊരു കാര്യമുണ്ട്, കടം മേടിച്ചാലൊക്കെ ഇനി നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ലോ, എല്ലാവരും ഇങ്ങനെ തന്നെയാണ് ചെയ്യുക, അല്ലാണ്ട് റെഡി ക്യാഷ് വെച്ചിട്ട് ആരും ഒന്നും ചെയ്യില്ല. കാശുള്ള ആൾക്കാരും ലോൺ എടുത്തിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഇതാണ് മിഡിൽ ക്ലാസ് ഫാമിലിയുള്ള ആൾക്കാർ പറയുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, പൈസയുള്ള ആൾക്കാർ കടം മേടിക്കും, ബട്ട് അവര് അതിൻ്റെ പർപ്പസ് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. വെൽത്ത് ക്രിയേഷന് വേണ്ടിയിട്ടാണ് അവർ കടം മേടിക്കുന്നത്. അത് ഗുഡ് ഡെറ്റ് ആണ്. സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ പലപ്പോഴും ചെയ്യുന്നത് എന്താ, ബാഡ് ഡെറ്റിലോട്ടാണ് ഫോക്കസ്. അതും കംഫർട്ടബിൾ ആണ് അവരുടെ ലൈഫിൽ ബാഡ് ഡെറ്റ് ഉണ്ടെങ്കിലും. കടം എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് അവർ കൺസിഡർ ചെയ്യാണ്. ഇതൊക്കെ ഉണ്ടെങ്കിലേ മുന്നോട്ട് പോവുള്ളൂ, ഇതാണ് ജീവിതം, ഇതാണ് അവരുടെ ഒരു മൈൻഡ് സെറ്റ്. ഇത് നിങ്ങൾ നിർബന്ധമായി മാറ്റിയിരിക്കണം. ഓക്കെ, നമ്മൾ കടം മേടിക്കുന്നുണ്ടെങ്കിൽ നമുക്കതിൽ നിന്നൊരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവണം. ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് കടം മേടിക്കാം, നോ പ്രോബ്ലം, അവിടെ വെൽത്ത് ക്രിയേറ്റ് ചെയ്യപ്പെടാണ്. ഒരു ഫർദർ ബെനഫിറ്റിന് വേണ്ടിയിട്ട് മാത്രം നിങ്ങൾ കടം മേടിക്കുക. ഒരു അപ്രീസിയേഷൻ അവിടെ ഉണ്ടായിരിക്കണം. ദാറ്റ്സ് നമ്പർ 3. നമ്പർ 4, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, സിമ്പിൾ ആയിട്ടുള്ള കാര്യം, നിങ്ങൾ നിർബന്ധമായും ചെയ്യേണ്ട ഒരു കാര്യം, ഒരു വ്യക്തിക്ക് ആ വ്യക്തിയുടെ ഇൻകവും എക്സ്പെൻസസും അറിയില്ല. എത്രത്തോളം ആസ്തി ഉണ്ടെന്ന് അറിയില്ല, എത്രത്തോളം ബാധ്യത ഉണ്ടെന്ന് അറിയില്ല, അറിയായിരിക്കും, ബട്ട് കറക്റ്റായിട്ട് ഇപ്പോൾ ഒരു മാസത്തിൽ എത്രത്തോളം ഇൻകം വരുന്നുണ്ട്, എത്രത്തോളം ചെലവ് വരുന്നുണ്ട് എന്നതിനെ പറ്റിയിട്ടുള്ള ഒരു വ്യക്തത പലപ്പോഴും ഇല്ലാത്തൊരവസ്ഥ. ഒരു ബഡ്ജറ്റ് ട്രാക്കിംഗ് ഇല്ല. നിർബന്ധമായും എല്ലാ മാസവും എൻഡിൽ നിങ്ങൾ ബഡ്ജറ്റ് നോക്കിയിരിക്കണം. എത്രത്തോളം എമൗണ്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഫിക്സഡ് സാലറി കിട്ടുന്ന ആൾക്കാർക്ക് അറിയാം ഇത്രയാണ് എമൗണ്ട് വരുന്നത്. ചിലവ് എത്രത്തോളം, എന്തൊക്കെ പർപ്പസിന് വേണ്ടിയിട്ടാണ് ഞാൻ എമൗണ്ട് സ്പെൻഡ് ചെയ്തിട്ടുള്ളത്, അനാവശ്യ ചിലവുകൾ ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾ തന്നെ ഐഡൻറ്റിഫൈ ചെയ്യുക. ദെൻ നെക്സ്റ്റ് മന്തിലോട്ട് വരുമ്പോൾ നമുക്കതിനെ കട്ട് ഷൂട്ട് ചെയ്യാൻ സാധിക്കണം. അപ്പോൾ ബഡ്ജറ്റ് ട്രാക്കർ ഇല്ലെങ്കിൽ എന്താ ഉണ്ടാവുക, ഒരു ദിശാബോധവും ഇല്ലാണ്ട് പോകുന്ന ഒരു വണ്ടി പോലെ നിങ്ങൾ പോകും. അപ്പോൾ എന്തിനും ഒരു വ്യക്തത വേണം. നമ്മളിവിടെ പറയുന്നത് ഫിനാൻസിനെ പറ്റിയിട്ടാണ്. ഓട്ടോമാറ്റിക്കലി അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ള ഒരു കാര്യമാണ് ബഡ്ജറ്റ് ചെയ്യുക എന്നുള്ളത്. മിഡിൽ ക്ലാസ് ഫാമിലിയിലുള്ള ആൾക്കാർ തീരെ ഫോളോ ചെയ്യാത്തൊരു കാര്യമാണ്. നേരെ മറിച്ച് റിച്ച് ഫാമിലിയിലുള്ള വ്യക്തികൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഈ ഒരു ബഡ്ജറ്റ് ട്രാക്കിനാണ്. അവർ കൂടുതൽ ഇമ്പോർട്ടൻസ് പൈസയ്ക്ക് കൊടുക്കും. അതുകൊണ്ട് തന്നെ ബഡ്ജറ്റിനൊക്കെ വളരെ ഇമ്പോർട്ടൻസ് ആണ് അവർ കൊടുക്കുക. 5ാമതായിട്ട് പറയാനുള്ളത്, പലപ്പോഴും നമ്മൾ കൂടുതൽ സേവിങ്സിലോട്ട് മാത്രം ഫോക്കസ് കൊടുക്കുന്നു. മിഡിൽ ക്ലാസ് ഫാമിലിയിലുള്ള ആൾക്കാർ ചെയ്യുന്നതാ ഈ ട്രഡീഷണൽ പോസ്റ്റ് ഓഫീസ് ഇൻവെസ്റ്റ്മെന്റ്, ബാങ്ക് ഡിപ്പോസിറ്റ്, ഇങ്ങനെ കിട്ടുന്നതിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള സേവിങ്സ് ഉണ്ട്. ആ സേവിങ്സിന് മാത്രമാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുക. നമുക്കറിയാം ഇൻഫ്ലേഷൻ ആണ്, ഓരോ ദിവസവും പണത്തിന്റെ മൂല്യം കുറഞ്ഞു വരാണ്. സോ നമ്മുടെ വെൽത്ത് കൂട്ടണമെങ്കിൽ നമുക്ക് സേവിങ്സ് മാത്രം പോരാ. സേവിങ്സിന് ഒരു ലിമിറ്റ് ഉണ്ടല്ലോ, അവിടെ നമുക്ക് കൂടുതൽ പണം ഉണ്ടാക്കാനും പറ്റണം. അതിന് നിങ്ങൾ എന്ത് ചെയ്യണം, പ്രോപ്പറായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് നടത്തണം, അല്ലെങ്കിൽ സ്കില്ല് കൂട്ടി സൈഡ് ഇൻകം ഒക്കെ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ ഇൻകം കൂട്ടലാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഏക മാർഗം. പൈസ ഉണ്ടാക്കുക അതൊരു നല്ല കാര്യമാണെന്നുള്ളത് നിങ്ങളുടെ മനസ്സിലോട്ട് കൊണ്ടുവരാം. അതിനു വേണ്ടിയിട്ട് ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇപ്പോൾ കണ്ടന്റ് ക്രിയേഷൻ അല്ലെങ്കിൽ സൈഡ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങളൊരു പുതിയ സ്കില്ല് കൊണ്ടുവന്ന് ആ സ്കില്ല് മോണിറ്റൈസ് ചെയ്യാൻ ട്രൈ ചെയ്യാം. അങ്ങനെ ഇൻകം കൂട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ പറ്റുമോ അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. ബിക്കോസ് അത്രത്തോളം നിങ്ങൾക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യം കിട്ടുന്നുള്ളതാണ്. സോ സേവിങ്സ് മാത്രം പോരാ, അപ്പുറത്ത് പൈസ കൂടുതൽ ഉണ്ടാക്കാനും നിങ്ങൾ അറ്റ് എ ടൈമിൽ ട്രൈ ചെയ്യണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നെക്സ്റ്റ് ഒരു ലെവലിലോട്ട് കയറാൻ സാധിക്കുള്ളൂ. 6ാമതായിട്ട് പറയാനുള്ളത്, മിഡിൽ ക്ലാസ് ഫാമിലിയിലുള്ള വ്യക്തികൾ പലപ്പോഴും ചെയ്യുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, മറ്റുള്ള വ്യക്തികളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഐറ്റംസ് മേടിക്കുക എന്ന് പറഞ്ഞാൽ എക്സ്പെൻസീവ് ഹോബീസ് ഉണ്ടാക്കുക. ദാറ്റ് മീൻസ് നമുക്ക് റിട്ടേൺ ഒന്നും തരാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എമൗണ്ട് സ്പെൻഡ് ചെയ്യാം. എന്നിട്ട് പറയും ഇതെൻ്റെ പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ ആണ്, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് മേടിച്ചു കൂട്ടുന്നത്.
ബട്ട് ഞാൻ നേരത്തെ പറഞ്ഞു, റിച്ച് ആയിട്ടുള്ള ആൾക്കാർ പലപ്പോഴും ഹൈലി എക്സ്പെൻസീവ് ആയിട്ടുള്ള വാച്ചുകൾ മേടിക്കുന്നുണ്ടായിരിക്കും, ഗോൾഡിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നുണ്ടായിരിക്കും. അവിടെ എന്താണ് ഗുണം? അവിടെ ഒരു അപ്രീസിയേഷൻ നടക്കാണ്. മറിച്ച് എൻ്റെ ഹോബിയാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് തിരിച്ച് എമൗണ്ട് കിട്ടാത്ത പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് മിഡിൽ ക്ലാസ് ഫാമിലിയിലുള്ള ആൾക്കാർ എമൗണ്ട് സ്പെൻഡ് ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയിട്ട്. അതാണ് ഞാൻ പറഞ്ഞത്, എല്ലാ ആഘോഷങ്ങൾക്കും വേണ്ടിയിട്ട് കൂടുതൽ എമൗണ്ട് സ്പെൻഡ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ പറയും ഒരു പ്രോഗ്രാമിന് പോകുമ്പോൾ ആൾക്കാർ കാണുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ നടക്കണ്ടേ, അതൊക്കെ ഓക്കെയാണ്. ബട്ട് നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയിട്ട് ഓരോ പ്രോഗ്രാമിനും ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് ഡ്രസ്സ് മേടിച്ചു കൂട്ടുക. ഒരു പ്രാവശ്യം ഇട്ട ഡ്രസ്സ് നമ്മൾ വീണ്ടും ധരിക്കുന്നില്ല, ആൾക്കാർ കണ്ടു, ഇനി എന്താ വിചാരിക്കുക. സോ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയിട്ട് പലപ്പോഴും നമ്മൾ പല കാര്യങ്ങളും ചെയ്യാം. സോ അതിലൂടെ നമ്മൾ കഷ്ടപ്പെട്ട് ഏൺ ചെയ്യുന്ന പൈസ അവിടെ പോവാണ് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം എമൗണ്ട് സ്പെൻഡ് ചെയ്യുക. പലപ്പോഴും ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന പല കാര്യങ്ങളിലും അട്രാക്റ്റീവായിട്ട് കയ്യിൽ പൈസ ഇല്ലെങ്കിലും ക്രെഡിറ്റ് കാർഡൊക്കെ വീശി സാധനങ്ങൾ മേടിച്ചു കൂട്ടുന്ന പരിപാടി വളരെ കൂടുതലാണ്, എസ്പെഷ്യലി മിഡിൽ ക്ലാസ് ഫാമിലിയിലുള്ള വ്യക്തികൾ. ഇനി അവസാനമായിട്ട് പറയാനുള്ളത്, വെയിറ്റിംഗ് ടു ലോങ് ടു ഇൻവെസ്റ്റ്. ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങുന്നില്ല എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പലപ്പോഴും പറയും പൈസയൊക്കെ ആവട്ടെ, ഇപ്പൊ കുറെ ബാധ്യതകളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് വീട്ടിൽ കഴിഞ്ഞിട്ട് നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ആരംഭിക്കാം. ഇതാണ് പറയാം. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, നിങ്ങളുടെ കയ്യിൽ 500 രൂപ മാത്രം ഉള്ളോ മാസം മാറ്റി വെക്കാൻ, നോ പ്രോബ്ലം, നമുക്കൊരു മ്യൂച്വൽ ഫണ്ട് സ്റ്റാർട്ട് ചെയ്യാം. പൈസ മൊത്തത്തിലൊന്ന് ഒന്ന് സെറ്റ് ആയതിനു ശേഷം ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാം. ഇതാണ് പലപ്പോഴും സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരുടെ ഒരു വാദം. ആ ഒരു മൈൻഡ് സെറ്റ് മാറ്റണം. 10 രൂപ ഉള്ളെങ്കിൽ ആ 10 രൂപ വെച്ചിട്ട് ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുക. അതിങ്ങനെ വളർന്നു വരും. സോ നിങ്ങൾ ഒരു നല്ല പൊസിഷനായിട്ട് കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കരുത്. 100 റുപ്പീസ് 500 റുപ്പീസ് എത്രയാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ അത് വെച്ച് ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, അല്ലാണ്ട് എല്ലാം ശരിയായതിനു ശേഷം നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കരുത്. ഇൻഫ്ലേഷൻ ആണ്, ഓരോ ദിവസവും പണത്തിന്റെ മൂല്യം കുറഞ്ഞു വരാണ്. സോ നമുക്ക് വളരണമെങ്കിൽ നമ്മൾ നിർബന്ധമായും ഇൻവെസ്റ്റ്മെന്റ് എത്രയും നേരത്തെ ചെയ്യണം. എത്രയും നേരത്തെ ചെയ്താൽ പണം നിങ്ങൾക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യും. സോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു വ്യക്തിയെ, എസ്പെഷ്യലി മിഡിൽ ക്ലാസ് ഫാമിലിയിലുള്ള ആൾക്കാർ ആ ഒരു സെയിം ലെവലിൽ നിൽക്കാനുള്ള 7 കാരണങ്ങളാണ്, 7 തെറ്റായിട്ടുള്ള ശീലങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യ കാലഘട്ടത്തിൽ ഫോളോ ചെയ്യാത്തതും ഇപ്പോൾ ഫോളോ ചെയ്യുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇതുപോലുള്ള പേഴ്സണൽ ഫിനാൻസ് വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.